എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ്, ഉമ്മ ബാപ്പ, ഉമ്മയും ബാപ്പയും ഹുമാ ജന്നതുക വനാറുക, നിന്റെ സ്വർഗവും നരകവും രണ്ടും ഉമ്മയും ബാപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വർഗത്ത് കിടക്കണോ ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തമായിക്കൊള്ളണം. നരകത്ത് കിടക്കണോ അവരെ പൊരുത്തക്കേട് വാങ്ങിയാൽ വേഗം അങ്ങെത്താം നരകത്തിൽ. ഹുമാ ജന്നതുക വനാറുക. എന്റെ ചെറുപ്പക്കാര്, നമ്മൾ ഉമ്മാനോട് സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഉമ്മാനോട് ബാപ്പാനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാത്ത, ബാപ്പാനോട് സംസാരിക്കുമ്പോൾ കുറച്ച് കടുപ്പത്ത് സംസാരിച്ച് ചിലപ്പം കണ്ണടക്കി കിട്ടൂ, അത് പേടിച്ചിട്ട് ചിലപ്പോൾ പറയൂല. ഉമ്മാനോട് സംസാരിക്കുമ്പോൾ അങ്ങനല്ല. ചിലരൊക്കെ ഉണ്ടല്ലോ, ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ ചില യുവാക്കളോട് ചിലപ്പോൾ SSFന്റെ പ്രവർത്തകനായിരിക്കും, SOESന്റെ പ്രവർത്തകനായിരിക്കും, SOESന്റെ കൊടി പിടിച്ചുകൊണ്ട് മാത്രം, SSFന്റെ കൊടി പിടിച്ചുകൊണ്ട് മാത്രം സ്വർഗത്ത് കടക്കൂല. SOESും SSF ഒക്കെ ഏതൊരു ആശയത്തിലൂടെ നിലകൊള്ളുന്നോ ആ ആശയമനുസരിച്ച് ജീവിക്കണം. സുബഹിക്കരിക്കാത്ത SSF വരാൻ പാടില്ല. അതുപോലെ തന്നെ കള്ളു കുടിക്കുന്നവനായ പറ്റൂല, ലഹരി കുടിക്കുന്നവനായ പറ്റൂല, ഉമ്മ പാപ്പാൻ അവഗണിക്കുന്നവനായ പറ്റൂല, അയൽവാസികളുടെ ശല്യം ചെയ്യുന്നവനായ പറ്റൂല. നമ്മൾ നല്ല തെക്വയോടുകൂടിയുള്ള SSF ആയിരിക്കണം, തെക്വയോടുള്ള SOES ആയിരിക്കണം. നമ്മളെ സംഘടനയിൽ പെടാത്ത കുറേ സംഘടന ഉണ്ടാവും. അതിൽപ്പെട്ട അയലിമീങ്ങളെയോ തങ്ങന്മാരെയോ വയസ്സുള്ളവരെയോ നാട്ടുകാരനവന്മാരെയോ ഒരാളെയും നമ്മൾ കുറ്റം പറയരുത്. ഒരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു യാചകനെ പോലും കുറ്റം പറയരുത്, ഒരാളെയും നിന്ദിക്കരുത്. നമ്മളെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മളെ നോട്ട്, അള്ളാഹുവിന്റെ നോട്ട് നമ്മളെ മനസ്സിലേക്കാണ്. അപ്പൊ ഉമ്മാനോട് ഇപ്പോഴുള്ള പെരുമാറ്റം എങ്ങനെയാകണം? ഖുർആനിൽ അള്ളാഹു തആല പറയാണ്, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണം ഉമ്മ ബാപ്പക്ക്. ഇവിടുത്തെ ചെറുകൊണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ കൊടി പോലെ തന്നെയാണ്, കയറ് പോലെ തന്നെയാണ്, അല്ലാതെ നമുക്ക് ചിറകുണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? താഴ്മയോടുകൂടി നിൽക്കണം ഉമ്മാനോട് ഉപ്പാനോട്, വളരെ താഴ്മയോടുകൂടി. ബാപ്പ എന്താ പറയുന്നത് പോലെ സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് പോകാൻ ഇറങ്ങി, ഒരു സുന്നത്തായ ഹജ്ജാ പോകാൻ വേണ്ടി ഇറങ്ങി, ബാപ്പ പറഞ്ഞു പോകണ്ട, എന്നാ പോകാൻ പറ്റൂല. ഹജ്ജല്ലേ എന്നിട്ട് കാര്യമില്ല, ബാപ്പ പറഞ്ഞാൽ പോകാൻ പറ്റൂല, ഉമ്മ പറഞ്ഞു പോകണ്ട, എന്നാ പോകാൻ പറ്റൂല. പിന്നെ ദുബൈയിലും ഖത്തറിലും പോലും പിന്നല്ലേ. അപ്പൊ ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ്. നമുക്ക് നല്ല ബോധം വേണം. അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് വളരെ മാനമായി ലോലമായി സംസാരിക്കും. ചില കുട്ടികളുണ്ട്, ഉമ്മ വിളിച്ചിട്ട്, മോനെ ഇന്നിപ്പോ റേഷൻ പീടിയെ പോയിട്ട് നമ്മൾ ഈ പൊരയിലുള്ള ഏതെങ്കിലും ഒരുത്തന്റെ കൈ വെച്ച് കൊടുക്കണം. ഇപ്പോഴത്തെ റേഷൻ പീടി അങ്ങനെയാണല്ലോ, പീടി ഏതായാലും തിരക്കല്ല, കൈ റെഡി ആയിരിക്കണം. അങ്ങനെ ഈ പൊരയിലുള്ള ആരെങ്കിലും ഒരാളെ കൈവച്ച് കൊടുക്കണം. ഇന്നാളൊരു ദിവസം എൻ്റെ റേഷൻ കാർഡ് എണ്ണ തള്ളിപ്പോകുന്നു പേടിച്ചിട്ട് ഞാൻ തന്നെ പോയി. കാരണം ഏതെങ്കിലും ഒരു പുരക്കുള്ള പോലെ തന്നെ പോകണമെന്ന് നിർബന്ധം. അങ്ങനെ ഞാൻ തന്നെ പോയി. അപ്പോൾ പറഞ്ഞത്, മോനെ ഇഞ്ഞൊന്ന് പോയിട്ട് തള്ളിപ്പോവും, നമ്മളെ ഭക്ഷണ സാധനം തള്ളിപ്പോവും. എന്നോട് പറയണ്ട, എന്നെ കൊണ്ടാവില്ല. അതെന്താ? ഓനോട് പറഞ്ഞാൽ അപ്പുറം ഒരു അനിയനുണ്ട്, ഇല്ല ഒരു ഏട്ടനുണ്ട്. ഇങ്ങനത്തെ ഒരൊറ്റ വാക്ക് ഒരു ചെറുപ്പക്കാരന്റെ നാവിന്ന് ഉമ്മാനോട് വന്നു പോകരുത്, ബാപ്പാനോട് വന്നു പോകരുത്. നമ്മൾ നന്നായി മനസ്സിലാക്കണം, ആ ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് സ്വർഗം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചവടയാണ് സ്വർഗം. ആ സ്വർഗം നഷ്ടപ്പെടുത്തരുതേ ചെറുപ്പക്കാരേ. ബാപ്പ മാത്രല്ല, ബാപ്പ ഉമ്മ മാത്രല്ല, അവരെ ഉപ്പാപ്പ, അവരെ ഉമ്മാമ, അവരോടൊക്കെ അങ്ങനെ വേണം. ബാപ്പാന്റെ ജ്യേഷ്ഠനോട് നല്ല പെരുമാറ്റം വേണം, ബാപ്പാന്റെ അനുജനോട് വേണം, ഉമ്മാന്റെ ആങ്ങളിനോട് വേണം, ഉമ്മാന്റെ അനുജത്തിനോട് വേണം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു താണ സാധനം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബാപ്പ മരിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റായിരിക്കും, സ്വത്ത് വായിക്കുന്ന തർക്കത്തിൽ. സ്വത്തൊന്നും ഇല്ലാത്തവർക്ക് ഒരു തർക്കമില്ല കേട്ടോ, ഒരു നല്ല കല്യാണത്തിനും എല്ലാറ്റിനും കൂടുന്നുണ്ട്. സ്വത്തും കൊണ്ട് കുടുങ്ങി, ബാപ്പ ഉണ്ടാക്കിയത് സ്വത്തും കൊണ്ട് കുടുങ്ങി. കല്യാണത്തിന് ആങ്ങളെ, കല്യാണത്തിന് പെങ്ങളില്ല, പെങ്ങള കല്യാണത്തിന് ആങ്ങളില്ല. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിന്റെ ഒരു ഹാല്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുർ റബ്ബാനി പറഞ്ഞു, ഇതൊരു ആഖിർ സമാനാണ്. മൂപ്പര കാലത്തിന്റെ ആഖിർ സമാനാണ്, നമ്മളെ കാലം എന്ത് പറയാനാ. ഇതൊരു ആഖിർ സമാനാണ്. കാന മഅബൂദു അക്സരീമുൻ ദീനാർ വ ദിർഹമു, ഏകദേശ ആളെ ദൈവവും പൊന്നും പണവുമാണ്. ദൈവം പൊന്നും പണമായി പോവുക. അപ്പോ അങ്ങനെ ദൈവം പൊന്നും പണമായി പോയത്, അള്ളാഹുവിനെ തന്നെ ആരാധ്യനായി കരുതും. കൊടുക്കുന്നവനും തരുന്നവനും അള്ളയാണ്. ആ അള്ളാഹുവിൽ മനസ്സ് ലയിച്ചു പോകണം നമ്മൾ, അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണം നമ്മൾ, ആ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം നമ്മളെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ ശരിക്കും ആലോചിച്ച് ജീവിക്കണം. ബാപ്പ ഉമ്മ, ഉമ്മാന്റെ കുടുംബം. ഞാനിപ്പോൾ അടുത്ത് മിഷ്കാത്ത് ഓതി കൊടുക്കുമ്പോൾ ഒരു ഹദീസ് കണ്ട്,
ആ ഹദീസ് കണ്ടപ്പോ ഞാനത് പ്രാവർത്തികമാക്കി. ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിലെ ബാപ്പയോ ഉമ്മയോ മരിച്ചുപോയാല് ആ മരിച്ചുപോയവരുടെ വാഗ്ദത്വം നിറവേറ്റാൻ മക്കൾ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളോട് ഇപ്പൊ കൊടുക്കരുതെന്ന് പറയുന്നു. ബാപ്പ ഉമ്മയോ മറ്റുള്ളവരോ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ ബാപ്പ ഉമ്മയുടെ വാഗ്ദത്വം നിറവേറ്റണം. അത് മക്കളുടെ കടപ്പാടാ. ബാപ്പയും ഉമ്മയും സ്നേഹിച്ചവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. ബാപ്പ ഉമ്മാന്റെ കുടുംബങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം. അതൊക്കെ മക്കളെ കടപ്പാടാ. അപ്പോ അതൊന്നുമില്ല. ബാപ്പ ഏതോ റൂട്ടിൽ, നമ്മൾ വേറൊരു റൂട്ടിൽ, അങ്ങനെ ആയിരുന്നു. മക്കള് ബാപ്പാന്റെ റൂട്ടിൽ വരണം. അതിന് ബാപ്പാരും ശ്രദ്ധിക്കണം. മക്കളെ ആ റൂട്ടിൽ കൊണ്ടുവരാൻ നോക്കണം. അവരിഷ്ടം പോലെ പോട്ടെ നോക്കരുത്. നമ്മളൊരു തൈത്തങ്ങ് കുഴിച്ചിട്ടാലേ ആ തൈ എത്ര നന്നായിട്ട് നമ്മൾ വളം ചേർക്കും, എത്ര നന്നായിട്ട് ശ്രദ്ധിക്കും. ഒരു മുളകിന്റെ വള്ളി കുഴിച്ചിട്ടാല് എത്ര ജോറിലാണ്, എത്ര അധ്വാനിച്ചിട്ടറിയോ പാളയൊക്കെ ചീന്തിയിട്ട് അതുകൊണ്ട് പിടിച്ച് കേട്ടുന്നത്. അങ്ങനെ ഓരോ കൃഷിയും ചെയ്യുമ്പോൾ മക്കള് എന്ന് പറഞ്ഞതോ അത് നമ്മളെല്ലാം ശ്രദ്ധിച്ച് വളർത്തണം. മക്കൾക്ക് ശരിയായ റൂട്ടിൽ നടത്തണം. നമ്മൾ സ്നേഹിക്കുന്ന ആലിമീങ്ങളും തങ്ങന്മാരെല്ലായിട്ട് മക്കളെ നമ്മൾ കൊണ്ടുപോയി ബന്ധപ്പെടുത്തണം. ഇല്ലേ കുറച്ചു കാലം കഴിഞ്ഞാലുണ്ടല്ലോ ബാപ്പാന്റെ മനസ്സിൽ വലിയ ആഗ്രഹം, പഠിച്ചോനെ ഞാൻ മരിച്ചാൽ അലിബാബയ്ക്ക് തങ്ങൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ വേറൊരു തങ്ങൾ പാണക്കാട് തങ്ങൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ വേറൊരു ആലിമ് നിസ്കരിക്കണം എന്ന് മനസ്സിൽ വലിയ ആഗ്രഹം. ബാപ്പ മരിച്ചെടുക്കാണ്. അപ്പോൾ മക്കള് ആ കാരണവും വിളിച്ച്, കാരണം എനിക്കറിയാം എൻ്റെ അളിയൻ്റെ സ്വഭാവം എങ്ങനെയാണ്. കാരണവും വിളിച്ച് ആ വലിയ ഒരു തങ്ങളെ വിളിച്ച്, തങ്ങളെ എങ്ങോട്ടൊന്നും വേറെ നിസ്കരിക്കാൻ വരണോ. മകൻ ആ സമയത്ത് അങ്ങനത്തെ ഒരു തങ്ങളും വരികയായിരുന്നു, ഇവിടെ വേണ്ട ഞാൻ നിൽക്കിച്ചോളും.